2023 നവംബറിലാണ് സംഭവം. അപ്പോൾ അവരുടെ ഒരു പിച്ച് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ പറഞ്ഞ റേറ്റ് ഈ ഒരു മാസം ഡിസംബറും കൂടെ കഴിഞ്ഞ് 2024 പിന്നെ ജിക്സറിന് കിട്ടില്ല എന്നായിരുന്നു അവരുടെ സെയിൽസ് പിച്ച്. ഞാൻ അതിൽ വീണു. ഞാനങ്ങനെ വണ്ടി എക്സ്ചേഞ്ച് ആക്കി, ഒന്നും ആലോചിച്ചില്ല, വീസ്ട്രോം എടുത്തു. അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം 50% മേലെ EMI ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, EMI മാത്രമാണ്, എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് EMI വെച്ച് എനിക്ക് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ വണ്ടി എടുത്തു. ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. അതാണ് എൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. വണ്ടി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജിക്സർ 150 എക്സ്ചേഞ്ച് ആക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി യൂസിന് ഇപ്പം വീസ്ട്രോം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീസ്ട്രോം ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്. വീക്കെൻഡിൽ ഞാൻ വെറുതെ വണ്ടി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല, വണ്ടിയും കൊണ്ട് പിന്നെയും എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഒരു മാസം എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു 3000 രൂപയുടെ പെട്രോളിൻ്റെ ചിലവ് എനിക്ക് വന്നു തുടങ്ങി.